ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ അടിയുറച്ചു നിൽക്കുന്ന കട്ടച്ചിറ എന്ന കൊച്ചു ഗ്രാമത്തിലെ സത്യസുറിയാനി സഭാമക്കൾ തങ്ങളുടെ പൂർവികന്മാർ ദൈവത്തെ ആരാധിക്കുവാൻ ശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിച്ച ദൈവാലയമാണ് സെന്റ് മേരീസ് സുറിയാനി പള്ളി കട്ടച്ചിറ. ആരംഭകാലം മുതൽ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. ഇടവകാംഗം വേദിക്കകത്ത് ശ്രീമാൻ CK കോശിസ സുറിയാനി സഭയ്ക്ക് ദാനമായി നൽകിയ സ്ഥലത്ത് പണികഴിപ്പിച്ച ദൈവാലയം അത് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മെത്രാപ്പൊലീത്ത എഴുതി വാങ്ങിക്കുകയും തുടർന്ന് അന്നത്തെ മാനേജിംഗ് കമ്മിറ്റിക്ക് ഇടവക അംഗങ്ങൾക്കുമെതിരെ കേസ് കൊടുത്ത് വ്യവഹാരത്തിന് ആരംഭമിട്ടു. അതിനെ തുടർന്ന് 1974 ഇടവകാംഗം പടിക്കക്കരയിൽ ശ്രീമാൻ PG തോമസ് അവരുടെ വീട്ടുമുറ്റത്ത് ചാപ്പൽ സ്ഥാപിച്ച് സുറിയാനി സഭാമക്കൾ ഒരുമിച്ച് കൂടി ആരാധന നടത്തി. 1990 ശേഷം അവിടെ നിന്ന് മൂന്നാം കുറ്റി കളിക്കത്രയിൽ ശ്രീമാൻ T. ബേബി അവറുകൾ നൽകിയ സ്ഥലത്ത് താൽക്കാലികമായി ചാപ്പൽ സ്ഥാപിക്കുകയും പിന്നീട് ഇടവകാംഗങ്ങളുടെ കഠിനാധ്വാനം മൂലം ആ സ്ഥലം സ്വന്തമാക്കുകയും ചെയ്തു. പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കടന്നുപോയ ഇടവകയ്ക്ക് ആരംഭകാലം മുതൽ നേതൃത്വം കൊടുത്ത ഇടവകയിലെ പൂർവികന്മാർ, സത്യവിശ്വാസികളായ ദൈവമക്കൾ, മേൽപ്പട്ടക്കാർ, ആചാര്യശ്രേഷ്ഠന്മാർ, അൽമായ പ്രമുഖന്മാർ അവരെല്ലാം ഈ തരുണത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ പ്രതിസന്ധികളിലും കഷ്ടതകളിലും സഹനത്തിന്റെ വഴികളിലും സഹായിച്ചവർ ഏറെയാണ്. പ്രചോദനം നൽകിയവരുണ്ട്, പിന്തുണച്ചവരുണ്ട്, പ്രാർത്ഥിച്ചവരും ഉപദേശം നൽകിയവരുമുണ്ട്. പോരാട്ടത്തിന്റെ കനൽ വഴിയിലൂടെയുള്ള യാത്രയിൽ ഏറെ സഹായിച്ചവർ, മൺമറഞ്ഞു പോയ പിതാക്കന്മാരെയും നേതൃത്വം നൽകിയ ആചാര്യശ്രേഷ്ഠന്മാരെയും ഈ ഇടവകയിൽ നിന്ന് സത്യവിശ്വാസത്തോടെ വാങ്ങിപ്പോയ എല്ലാ പൂർവികന്മാരെയും ഈ സമയത്ത് ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. കട്ടച്ചിറയുടെ കനൽ വഴികളിലൂടെ ഒരു യാത്ര, പോരാട്ട ചരിതം എന്ന പേരിൽ ഇടവകയുടെ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ, മാനേജിംഗ് കമ്മിറ്റിയും KFAയും സംയുക്തമായി ചേർന്ന വിശ്വാസികളുടെ കാഴ്ചയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഇടവ മക്കൾ അനുഭവിച്ച വേദനകളിലേക്ക് ഉത്തിരിഞ്ഞു നോട്ടം നടത്തുമ്പോൾ മൺമറഞ്ഞുപോയ പൂർവികന്മാരുടെ മുന്നിൽ ഞങ്ങളിത് സമർപ്പിക്കുന്നു. ഇടവകയിലെ 125 കുടുംബങ്ങൾ, അതിലെ സത്യവിശ്വാസികളായ 500-ലധികം ദൈവമക്കൾ, ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു പ്രവാസികളായ ഇടവകയിലെ ദൈവമക്കൾ, ഏവരുടെയും സഹകരണവും സഹായവും പ്രാർത്ഥനയും പിന്തുണയും ഐക്യവും ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഏറെ സഹായമാകുമെന്നത് ദൈവസംഘത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. പോരാട്ട വീതികളിൽ സത്യവിശ്വാസത്തിന്റെ പാതയിൽ തകർന്നു പോകാതെ തളർന്നു പോകാതെ ദൈവാശ്രയ ബോധത്തോടെ നേതൃത്വത്തിന് കീഴിൽ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മുന്നേറുന്ന ഈ ഇടവക ഏറെ പ്രതികൂലതകളുടെ നടുവിലാണെങ്കിലും പ്രത്യാശയുടെ ഒരു പുതിയ പ്രഭാതത്തിനായി കാത്തിരിക്കുന്നു. ആ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളുടെ പൂർവികന്മാർ കഷ്ടതയിലൂടെ യാതനയിലൂടെ അത്യധ്വാനം ചെയ്ത് പരിഗണിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മാതൃദേവാലയത്തിൽ ബലിയർപ്പിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ പൂർവികന്മാർ സഹോദരന്മാർ അന്തിയുറങ്ങുന്ന മണ്ണിൽ ധൂപമർപ്പിക്കുവാൻ, ആ കല്ലറകളിൽ പുഷ്പാർച്ചന നടത്തുവാൻ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഇടവകയിലെ മുഴുവൻ കുടുംബങ്ങളും പ്രതീക്ഷാനിർഭരമായ വരും ദിനങ്ങളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റിയെയും ഇടവക ഭരണസമിതി അംഗങ്ങളെയും ആധ്യാത്മിക സംഘടനകളായ യൂത്ത് അസോസിയേഷൻ, മർത്തമറിയ സമാജം, സൺഡേ സ്കൂൾ, പ്രാർത്ഥനാ സമാജം എല്ലാവരെയും ഇടവകയിലെ ഓരോ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം നന്ദിയോടെ സമർപ്പിച്ച് ഈ പോരാട്ട ചരിത്രം കട്ടച്ചിറയുടെ കനൽ വഴികൾ എന്ന ഡോക്യുമെന്റ് നിങ്ങൾ സമക്ഷം സമർപ്പിക്കുന്നു.
വർഷങ്ങളായി സഭാ തർക്കത്തിലായിരുന്ന ആലപ്പുഴ കട്ടച്ചിറ പള്ളിയിൽ കായംകുളം കട്ടച്ചിറ പള്ളിയിലെ തർക്കം കായംകുളം കട്ടച്ചിറയിൽ സഭാ തർക്കത്തെ തുടർന്ന് 10 ദിവസമായി അടക്കം ചെയ്യാതിരുന്ന മൃതദേഹം രാവിലെ സംസ്കരിച്ചു. വർഷങ്ങളായി സഭാ തർക്കത്തിലായിരുന്ന ആലപ്പുഴ കട്ടച്ചിറ പള്ളി 10 ദിവസത്തെ തർക്കത്തിന് ശേഷം കായംകുളം കട്ടച്ചിറ പള്ളിയിൽ പാത്രിയാർക്കീസ് ഇടവകാംഗത്തിന്റെ മൃതദേഹം സംസ്കരിച്ചു. കട്ടച്ചിറ പള്ളിയിലെ സംസ്കാര തർക്കവുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കണമെന്ന് യാക്കോബായ വിഭാഗം. കട്ടച്ചിറ പള്ളിയിൽ മൃതദേഹം അടക്കം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് യാക്കോബായ വിഭാഗം. കായംകുളം കട്ടച്ചിറ പള്ളി സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്ന മൃതദേഹം സഭാ തർക്കത്തെ തുടർന്ന് സംസ്കരിക്കാനാകാതെ മടക്കിക്കൊണ്ടുപോയി. കായംകുളം കട്ടച്ചിറ പള്ളിയിൽ മൃതദേഹം അടക്കം ചെയ്യുന്നതിനെ ചൊല്ലി തർക്കം. മൃതദേഹവുമായി എത്തിയ യാക്കോബായ വിഭാഗക്കാരെ പോലീസ് തടഞ്ഞു. വിശ്വാസികളെ സെമിത്തേരിക്കുള്ളിൽ പൂട്ടിയിട്ടു. കട്ടച്ചിറയിൽ സംഘർഷം. ആലപ്പുഴ കട്ടച്ചിറ പള്ളി തർക്കത്തിൽ ജില്ലാ ഭരണകൂടം ഓർത്തഡോക്സ് വിഭാഗത്തെ സഹായിച്ചുവെന്ന് ആരോപിച്ചാണ് യാക്കോബായ സഭ സമരത്തിലേക്ക് നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ നീക്കം ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ അടക്കം ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്ന് എന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ ആരോപണം. മൃതദേഹ സംസ്കാരത്തെ ചൊല്ലി കട്ടച്ചിറയിൽ വീണ്ടും സംഘർഷം. മെത്രാൻ കക്ഷി വിഭാഗം സർക്കാരിനെ വെല്ലുവിളിക്കുന്നുവെന്ന് യാക്കോബായ സഭ. കായംകുളം കട്ടച്ചിറ പള്ളിക്ക് മുന്നിൽ ഇന്നും ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. രാവിലെ കുർബാനയ്ക്കെത്തിയ ഓർത്തഡോക്സ് വിഭാഗക്കാരിൽ ഇടവകയ്ക്ക് പുറത്തു നിന്നുള്ളവർ പങ്കെടുത്തതാണ് തർക്കത്തിന് വഴിവെച്ചത്. കട്ടച്ചിറ പള്ളി തർക്കം വീണ്ടും വിവാദത്തിലേക്ക്. യാക്കോബായ വയോധികയുടെ മൃതദേഹം 38 ദിവസത്തിന് ശേഷം സംസ്കരിച്ചു. കായംകുളം കട്ടച്ചിറ പള്ളിയിലെ സംസ്കാര ചടങ്ങിനെ ചൊല്ലി വീണ്ടും ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം രൂക്ഷമായി. കായംകുളം കട്ടച്ചിറ പള്ളിയിൽ വീണ്ടും പ്രതിഷേധവുമായി യാക്കോബായ വിശ്വാസികൾ. കുർബാനത്തെ സംഘർഷാവസ്ഥ തുടരുകയാണ്. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും എത്തിച്ചേർന്നിട്ടുണ്ട്. യാക്കോബായ തർക്കം നിലനിൽക്കുന്ന കായംകുളം കട്ടച്ചിറ പള്ളിയിൽ സംഘർഷ സാധ്യത. കട്ടച്ചിറയിൽ മത്തായി മൂന്നാമന് കോട്ടകെട്ടി കേരള പോലീസ്. കട്ടച്ചിറയിൽ വിശ്വാസികളുടെ വൻ പ്രതിഷേധം. ഇടവക അംഗങ്ങളെ പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തരുതെന്നും പള്ളി മാനേജിംഗ് കമ്മിറ്റിക്കും ട്രസ്റ്റിക്കും തടസ്സം കൂടാതെ പ്രവർത്തിക്കാമെന്നും പള്ളിയുടെയും ഗേറ്റിന്റെയും താക്കോലുകൾ ഇടവക ട്രസ്റ്റിക്ക് നൽകണം എന്നുമുള്ള കോടതി വിധി നിലനിൽക്കെ കട്ടച്ചിറ പള്ളിയുടെ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് പതാകകൾ കത്തിച്ച് പള്ളിയുടെയും കെട്ടിടത്തിന്റെയും ശിലാഫലകങ്ങൾ തകർത്ത് വിശുദ്ധന്മാരുടെ ചിത്രങ്ങൾ എടുത്ത് ദൂരെ എറിഞ്ഞ് അന്യായമായി പള്ളി പിടിച്ചെടുത്തതിന്റെ 3ാമത് വാർഷികം ആഘോഷിക്കുവാൻ എത്തുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം കാത്തോലിക്കായുടെയും കൂട്ടാളികളുടെയും കിരാത നടപടിക്കെതിരെ കട്ടച്ചിറയിലെ യാക്കോബായ വിശ്വാസികൾ ഇന്ന് രാവിലെ 6:30 മുതൽ പ്രതിഷേധ ദിനം ആചരിക്കുന്നു. ആലപ്പുഴ കട്ടച്ചിറ പള്ളി പരിസരത്ത് യാക്കോബായ വിശ്വാസികളും പോലീസും തമ്മിൽ സംഘർഷം. നിലനിൽക്കുന്ന കായംകുളം കട്ടച്ചിറ പള്ളിയിൽ ക്രിസ്തുമതത്തിന്റെ കേരളത്തിലെ പഴയ കേന്ദ്രങ്ങളിലൊന്നാണ് ഓടനാട് എന്നു പേരുള്ള കായംകുളം. അവിടെ AD 829 സുറിയാനി സഭയിൽ നിന്നും എഴുന്നള്ളി വന്ന മോർ ഷാബോർ അഫ്രോത്ത് പിതാക്കന്മാരാൽ സ്ഥാപിച്ച ദേവാലയമാണ് കായംകുളം കാദീഷ സുറിയാനി പള്ളി. മലങ്കരയുടെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന പുണ്യശ്ലോകനായ മിഖായേൽ മോർ ദീവന്നാസ്യൂസ് തിരുമേനിയുടെ പരിലാളനയിൽ വളർന്നുവന്ന അന്ത്യോക്യ ഭക്തന്മാരായ കട്ടച്ചിറയിലെ സത്യവിശ്വാസികൾ ആരാധനാ സൗകര്യാർത്ഥം വേലിക്കകത്ത് CK കോശിസാർ നൽകിയ സ്ഥലത്ത് വിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിച്ച ദേവാലയമാണ് കട്ടച്ചിറ സെന്റ് മേരീസ് സുറിയാനി പള്ളി. 1956 മാർച്ച് 13 ഞായറാഴ്ച പരിശുദ്ധ അന്ത്യോക്യ സിംഹാസന പ്രതിനിധി മോർ യൂലിയോസ് ഏലിയാസ് ബാവായാൽ കൂദാശ ചെയ്യപ്പെട്ട പുണ്യസ്ഥലമാണ് കട്ടച്ചിറ ദേവാലയം. 1957 ഫെബ്രുവരി 12 മൂലേത്തറയിൽ ഈശോ ബേബിയുടെ മകളുടെ മൃതദേഹ സംസ്കാരമാണ് ആദ്യമായി ദേവാലയത്തിൽ നടത്തപ്പെട്ട ശവസംസ്കാര ശുശ്രൂഷ. അതിനുശേഷം നേരിയാമ്പള്ളിൽ ഈശോ ഉണ്ണുണ്ണിയുടെ മകളുടെ മൃതദേഹവുമായി പള്ളിക്ക് മുൻപിലുള്ള തെങ്ങിൻ പാലത്തിലെത്തിയപ്പോൾ മൃതദേഹത്തെ തടഞ്ഞതും തുടർന്ന് നടന്ന സംഘടനവും ക്രൂരമർദ്ദനവും അതിനെ ധീരന്മാരായ ഇടവക നേതൃത്വം നേരിട്ടതും അതിനുശേഷം 3 ദിവസം മൃതദേഹം കാത്ത് ഇടവകയിലെ ചുണക്കുട്ടന്മാർ കാവൽ കിടന്നതും അവിസ്മരണീയ സംഭവങ്ങളാണ്. 1963 വരെ 15 മൃതദേഹം മറവു ചെയ്തുവെങ്കിലും സെമിത്തേരി പ്രശ്നം രൂക്ഷമായി നിലനിന്നു. 1963
ജൂലൈ മാസം നമ്മുടെ ശവക്കോട്ടയിൽ ശവം മറവു ചെയ്യുവാൻ പാടില്ല എന്നുള്ള ഗവൺമെന്റിന്റെ ഉത്തരവിനെ തുടർന്ന് വട്ടപ്പറമ്പിൽ ശ്രീമാൻ ഉണ്ണുണ്ണിയുടെ മൃതദേഹം കോൺക്രീറ്റ് പെട്ടിയിലാക്കി 11 ദിവസം സംസ്കരിക്കാതെ വീടിന്റെ പൂമുഖത്ത് തന്നെ വെക്കേണ്ടി വന്നു. വളരെ വൈഷമ്യമേറിയ കാലഘട്ടമായിരുന്നു അത്. 1964 മലങ്കരയിൽ എഴുന്നള്ളി വന്ന പരിശുദ്ധ യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയ്ക്ക് പ്രൗഢഗംഭീരമായ ഒരു വരവേൽപ്പ് നൽകുകയും പള്ളിയും പരിസരവും രാജവീതികളാക്കി മാറ്റി ആചാരവെടികൾ മുഴക്കി സ്വീകരിക്കുകയും പള്ളിയിൽ എഴുന്നള്ളി വന്ന് പരിശുദ്ധ ബാവ വിശ്വാസികളെ അനുഗ്രഹിച്ചതും ഈ ഇടവകയിലെ ഒരു ചരിത്ര സംഭവമാണ്. 1973 ഒക്ടോബർ 10 വിളിച്ചു ചേർത്ത പൊതുയോഗത്തിൽ ഒരു പുതിയ പള്ളി പണിയണമെന്നുള്ള ആഗ്രഹം വെക്കുകയും അതിനെ തുടർന്ന് 1974 സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ ഇടവകയെ ഏറെ സ്നേഹിച്ച കണ്ടനാട് ഭദ്രാസനത്തിന്റെ പൗലോസ് മോർ പീലക്സീനോസ് മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. 1964 സഭായോജിപ്പിന് തടസ്സം വരത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെയിവിടങ്ങളിൽ അലയടിച്ചു. ഒരുമിച്ച് നിന്നിരുന്ന നമ്മുടെ ഇടവകയിലും കക്ഷി വഴക്കിന്റെ വിഷവിത്തുകൾ ചിലർ പാകി. എന്നാൽ ജീവനുള്ള കാലത്തോളം അന്ത്യോക്യ വിശ്വാസത്തിന് കീഴിൽ നിന്ന ഇടവകക്കാർ അതിൽ തന്നെ ജീവപര്യന്തം തുടരണമെന്ന് തീരുമാനിച്ചു. എങ്കിലും ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ ഇടവകയെ കാർന്നു തിന്നുവാനായി തുടങ്ങി. മറുവിഭാഗത്തിലെ മെത്രാപ്പൊലീത്തായും വൈദികനും ചേർന്ന് OS 6/76 മാവേലിക്കര സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഇടവകാംഗങ്ങൾ പള്ളിയിലോ കുരിശൻ തൊട്ടിയിലോ പ്രവേശിക്കരുത് എന്ന് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ ഇടവക ജനങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സത്യവിശ്വാസികൾ അനാഥരായി വിശ്വാസത്തിനു വേണ്ടി തെരുവിലിറങ്ങി. തുടർന്ന് 1976 ഓഗസ്റ്റ് 28 പടീറ്റക്കരയിൽ ശ്രീ PG തോമസിന്റെ ഭവനത്തിനു മുൻപിൽ ഒരു ചാപ്പൽ നിർമ്മിക്കുകയും അഭിവന്യ കുര്യാക്കോസ് മോർ കൂർലോസ് തിരുമേനി കൂദാശകർമ്മം നിർവഹിച്ച് പ്രഥമ ബലി അർപ്പിക്കുകയും ചെയ്തു. 1981 പാത്രിയർക്കീസ് പക്ഷത്തെ തിരുമേനിമാർക്കും വൈദികർക്കും സെമിത്തേരിയിൽ പ്രവേശിച്ച് കർമ്മങ്ങൾ നടത്തുവാൻ അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവായത് ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു. 1986 പള്ളിയും സ്വത്തുക്കളും പാത്രിയർക്കീസ് പക്ഷത്തിന് അവകാശപ്പെട്ടതാണെന്ന് വിധിച്ചുകൊണ്ടുള്ള സുപ്രധാന വിധിയുണ്ടായി. വിധിപ്പകർപ്പുമായി റിസീവറെ കണ്ട ഇടവക നേതൃത്വത്തോട് 24 മണിക്കൂർ സമയം റിസീവർ ആവശ്യപ്പെട്ടത് ഗൂഢതന്ത്രം മെനയാനുള്ള മണിക്കൂറുകളായി അന്നത്തെ സത്യസന്ധരും നിഷ്കളങ്കരുമായ ഇടവകക്കാർക്ക് മനസ്സിലായില്ല. പിറ്റേ ദിവസം ഈ അനുകൂല വിധിക്കെതിരെ സ്റ്റേ ഓർഡറുമായി വന്നപ്പോഴാണ് അതിന്റെ പിന്നിലെ നിഗൂഢത മനസ്സിലായത്. 1990 ജൂലൈ 8 മൂന്നാം കുറ്റിയിലുള്ള ചാപ്പലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 1990 ജൂലൈ 26 ഭദ്രാസന മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മോർ കൂറിലോസ് തിരുമേനി കൂദാശാകർമ്മം നിർവഹിച്ചു. ഓർത്തഡോക്സ് വിഭാഗം കൊടുത്ത കേസ് വളർന്ന് കേരള ഹൈക്കോടതിയിലെത്തി. ഒരാഴ്ച വാദം കേട്ട കോടതി 1997 ജൂൺ 17 വിധി പ്രസ്താവിച്ചു. 3 മാസത്തിനുള്ളിൽ പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ഉത്തരവായി. എന്നാൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ പരാജയപ്പെടും എന്ന് ബോധ്യപ്പെട്ട മറുവിഭാഗം മറ്റൊരു ഹർജി ഫയൽ ചെയ്തു. മെയ് 21 പഴയ പള്ളി ജീർണാവസ്ഥയിലായിരുന്നതിനാൽ അവിടെ നടത്തുന്ന കർമ്മങ്ങൾ പുതിയ പള്ളിയിൽ നടത്തുവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓർത്തഡോക്സ് പക്ഷം വീണ്ടും ഹർജി ഫയൽ ചെയ്തു. 1998 ജൂൺ 19 തികച്ചും ദോഷകരമായ വിധിയുണ്ടായി. പഴയ പള്ളി പൊളിച്ചു കളയുവാനും പുതിയ പള്ളിയിൽ ഓർത്തഡോക്സ് പക്ഷത്തിന് ആരാധന നടത്തുവാനും അനുവദിച്ചു നൽകിക്കൊണ്ട്
ഉത്തരവായി. 1998 ജൂൺ 24 ബുധനാഴ്ച പഴയ പള്ളി പൊളിച്ചു നീക്കി. വികാരം അണപൊട്ടിയ വിശ്വാസികൾ പള്ളി പൊളിക്കുന്നതിനെ തടയുവാൻ ശ്രമിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ ലാത്തിച്ചാർജ് നടത്തി. അതിൽ നിരവധി വിശ്വാസികൾക്ക് പരിക്കേറ്റു. ബെന്യാമിൻ മോർ ഒസ്താത്യോസ് തിരുമേനി പെരുമഴയത്തും KP റോഡിൽ നിലയുറപ്പിച്ചു. 2 പ്രാവശ്യം വൈദികരെ ഉൾപ്പെടെ 50ഓളം പേരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇടവക ഒന്നടങ്കം പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചു. വിശ്വാസികളെ പോലീസ് മർദ്ദിക്കുന്നതും പള്ളി പൊളിക്കുന്ന കാഴ്ചയും കണ്ട് ഹൃദയം പൊട്ടി ഇടവകാംഗം കോലോലിൽ തെക്കേതിൽ ഈശോ നയനാൻ സമരപ്പന്തലിൽ വീണു മരിച്ചു. ഇതോടുകൂടി പ്രശ്നങ്ങൾ വഷളായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്താൻ നിരീക്ഷകരെ ചുമതലപ്പെടുത്തി. 2000 ഏപ്രിൽ 4 സുപ്രധാന വിധിയുണ്ടായി. തീർത്തും അനുകൂലമായൊരു വിധി. 3 മാസത്തിനുള്ളിൽ നിരീക്ഷകർ പൂർത്തീകരിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുവാനും തെരഞ്ഞെടുക്കപ്പെടുന്ന മാനേജിംഗ് കമ്മിറ്റിക്ക് റിസീവർ അധികാരം നൽകണമെന്നും വിധിച്ചു. വിജയമില്ല എന്നുറപ്പാക്കിയ മറുഭാഗം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. കമ്മീഷണർമാർ തെരഞ്ഞെടുപ്പ് റെക്കോർഡുകൾ കോടതിയിൽ ഹാജരാക്കി. 2000 ജൂലൈ 19 പാത്രിയർക്കീസ് ഭാഗത്തെ മാനേജിംഗ് കമ്മിറ്റിയെയും ട്രസ്റ്റിയെയും അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് ശരിവെച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവായി. 2000 ഓഗസ്റ്റ് 7 പള്ളിയും സ്വത്തുക്കളും റിസീവർ മാനേജിംഗ് കമ്മിറ്റിക്ക് നൽകുവാൻ ഉത്തരവായി. ഓഗസ്റ്റ് 14 വിധിപ്പകർപ്പ് റിസീവർക്ക് കൈമാറി. താക്കോലുകൾ പ്രാർത്ഥനാപൂർവം സ്വീകരിച്ച് ആവേശത്തിമർപ്പോടുകൂടി ഇടവക മുഴുവൻ അർദ്ധരാത്രിയിൽ ദേവാലയത്തിൽ കയറി സ്തോത്ര പ്രാർത്ഥന നടത്തി.
നാൽപ്പത് വീട്ടുകാരിൽ തുടങ്ങിയ ഇടവക 2004 ആയപ്പോഴേക്കും 106 കുടുംബങ്ങളായിട്ട് വർദ്ധിച്ചു. ജൂബിലിയുടെ നിറവിലേക്ക് പ്രവേശിക്കുവാൻ ഇടവക ഒരുങ്ങി. 2004 ഡിസംബർ 26-ന് ഒരു വർഷം നീണ്ടുനിന്ന ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പൊതുനന്മയ്ക്കായി അനേകം സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഇടവക നേതൃത്വം നൽകി. 43 വർഷങ്ങൾക്ക് ശേഷം 2005 മാർച്ച് 24-ാം തീയതി പെസഹ വ്യാഴാഴ്ച അഭിവന്യ ഗീവർഗീസ് മോർ ദീവന്നാസ്യോസ് തിരുമേനി കാൽകഴുകൽ ശുശ്രൂഷ നടത്തിയതും ജൂബിലി നിറവിൽ ഒരു ചരിത്രമാണ്. 2005 ഡിസംബർ 10-11 തീയതികളിലായി ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെയും സഭയിലെ അഭിമന്യ തിരുമേനിമാരുടെയും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നേതൃത്വം കൊണ്ട് ജൂബിലി സമാപനം പള്ളിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടു. മലങ്കര സഭയുടെ ആത്മീയ പിതാവ് അബുദാസത്തിന്റെ ശ്രേഷ്ഠാചാര്യരെയും സ്വീകരിച്ചുകൊണ്ടുള്ള രാജോചിതമായ സ്വീകരണ ഘോഷയാത്രയാണ് ഈ രാജപാതയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അന്ത്യോഗ്യ വിശ്വാസത്തിനു വേണ്ടി ആദിത്യചന്ദ്രന്മാരുള്ള കാലത്തോളം നിലനിൽക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഈ ദേശമൊന്നാകെ ആനന്ദം കൊണ്ട് ആഹ്ലാദം കൊണ്ട് നിർത്തമാനം അന്തരീക്ഷത്തില് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കാനായ ആദിത്യ ബസേലിയസ് തോമസ് കാതോലിക്കാനായ തിരുവരസം സഭയിലെ അഭിമന്യ പിതാക്കന്മാരെയും സ്വീകരിച്ചുകൊണ്ട് നീങ്ങുന്ന വർണ്ണസഭയുടെ സ്വീകരണ ഘോഷയാത്രയാണ് ഈ
ശോഭിതനാകൂ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ അമരക്കാരൻ, മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ആത്മീയ ചൈതന്യം, ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ കരയോള ഹസ്തങ്ങളാൽ കൂട്ടപ്പെട്ട കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപനം കുറിച്ചുകൊണ്ടുള്ള കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി മഴ പെയ്തപ്പോൾ ഭാഗ്യവതിയായ അമ്മയുടെ മഹാമധ്യസ്ഥതയാൽ ഈ പ്രദേശം ഇന്ന് അനുഗ്രഹീതമായി മംഗളകരമായി ഈ ഘോഷയാത്രയും ഈ സമ്മേളനവും നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞുപോയ ഒരു സാഹചര്യങ്ങൾ, പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിലും ദൈവം ഇത്രത്തോളം ഈ ഇടവകയെ സഹായിച്ച് അനുഗ്രഹകരമായി വഴി നടത്തിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ കൂടുതലായി ഈ സമയത്തൊന്നും പറയുവാൻ പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയാൽ ഇടവക അനുദിനം അഭിവൃദ്ധി പ്രാപിച്ചു. നാനാജാതി മതസ്ഥർക്ക് അഭയസ്ഥാനമായി കായംകുളം പുനലൂർ റോഡിന്റെ ഓരത്ത് കട്ടച്ചിറ വലിയ പള്ളി പരിലസിച്ചു. പരിശുദ്ധ സഭയിലെ മെത്രാപോലീത്തന്മാർക്കും വൈദികർക്കും വിശ്രമിക്കുവാനായി ഒരു കെട്ടിട സമുച്ചയവും മദ്ബഹായിൽ പുതുതായി ബസ്കുദിശ, ദുസ്കുദിഷൻ, പള്ളിക്ക് വെളിയിൽ മണിമാളിക, സ്വർണ്ണക്കൊടിമരം, ഇടവകയുടെ കീഴിൽ കുരിശുപള്ളികൾ എന്നിവ നിർമ്മിച്ച് കൂദാശ നിർവഹിക്കുകയും ചെയ്തു.
നിങ്ങളെ നിങ്ങൾക്കുള്ള സർവ്വയും ധനവാഴ്ത്തി ഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ നല്ല ആഗ്രഹങ്ങളെയും ദൈവം തമ്പുരാൻ സാധ്യമാക്കി തരുമാറാകട്ടെ. സത്യവിശ്വാസത്തോടെ മാറിക്കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം നല്ലതായി ലഭിക്കട്ടെ. തോമസിനാണ് ഈ കൊട്ടേഷൻ അവതരിച്ചു കൊടുത്തത്. ഡിസംബർ മാസം 16-ാം തീയതി കല്ലുടിയിൽ മുതൽ ഇന്നലെ രാത്രി വരെ വളരെ വളരെ ഒരു കോൺട്രാക്ട് എന്നതിലുപരിയായി അദ്ദേഹത്തോടും പറയാവുന്ന ലക്ഷ്യവും ഭയങ്കര നഷ്ടമായി പോയച്ചു. 4 ലക്ഷം രൂപ ഇത്രയും വലിയ കെട്ടിടം പണിയാൻ പറ്റുമെന്ന് പലപ്പോഴും സങ്കടപ്പെടാറ്. അന്നേരമൊക്കെ ഇതാണ് നമ്മുടെ പുതിയ ജൂബിലി മന്ദിരത്തിന്റെ താക്കോലുകൾ. പ്രധാന ഗേറ്റിന്റെ, മുറികളുടേത്, ബാത്റൂമിന്റെ എല്ലാ സംവിധാനം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോട് ഇടവകയ്ക്ക് വേണ്ടി ഇടവകയിലെ ഈ വർഷത്തെ ട്രസ്റ്റ് കൈമുഖനായിട്ട് നിർത്തുന്നുണ്ട്. Yeah.
അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ബാക്കി അല്ലല്ല തിരുവേനയുടെ കാരണം അത് നിൽക്കാൻ തിരുവേന ദേവദാസ തിരുവേനയുടെ കാരണം അത് തിരുവേനയുടെ കാരണം തിരുമേനിയുടെ വണ്ടി വീതം Amen.
അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അഭിവന്ദനാക്കന്മാരൊക്കെയും എഴുന്നള്ളി വന്നിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ സ്വർഗത്തിലെ ദൈവം കാത്ത് സംരക്ഷിച്ചു. ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഏലിയാ ദീർഘദർശി കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടെ അഗ്നി ഇറങ്ങി ഇവന്റെ ദൈവം തന്നെ സാക്ഷാൽ ദൈവമെന്ന അനുഭവത്തിൽ ദൈവം വെളിപ്പെടുത്തി. ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും സമർത്ഥമായ മഴ പെയ്യുകയാണ്. കാലാവസ്ഥ പത്രത്തിലും റേഡിയോയിലും അത് വിളിച്ച് അറിയിച്ചിട്ട് പാവപ്പെട്ട ദൈവത്തിന്റെ ജനത്തെ ദൈവം പ്രത്യേകം അനുഗ്രഹിച്ച് പ്രകൃതിയോട് ഈ ജനത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ചു മാറി നിൽക്കണമെന്ന് വിനയത്തോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വേഗത്തിൽ പരിപാടികൾ മുമ്പോട്ട് പോകാം. ഈ ദേശത്തുള്ള എല്ലാ ദൈവമക്കളും ചേർന്ന് ഞങ്ങളെ സ്വീകരിച്ചതും ഈ ക്രമീകരണം ചെയ്തതെല്ലാം നന്ദിയോടെ ഓർത്തിട്ട് എത്രയും വേഗം ഈ പരിപാടികൾ ക്രമീകരിക്കുവാൻ ഭാരവാഹികളോട് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ൂടെ രണ്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഈ ക്രമീകരണം അനുസരിച്ച് വാലിനോട് ശ്രേഷ്ഠ ഭാഗത്തിന്റെയും അഭിമന്യ തിരുമേനിമാർ തുറന്ന ജീപ്പില് പ്രവേശിച്ച് ഈ ദേശത്തെ അനുഗ്രഹിച്ച് നീങ്ങുന്നതാണ് ഏറ്റവും ഈ വണ്ടി മലങ്കര സുറിയാനി സഭയുടെ ശ്രേഷ്ഠ സഭയിലെ വിലപ്പെട്ട വിരാജന്മാർക്ക് നൽകിയിരിക്കുന്ന രാജോചിതമായ സ്വീകരണ ഘോഷയാത്രയാണ് ഈ രാജകീയതയോടെ കൊണ്ടിരിക്കുന്നത്. മലങ്കര കുറച്ചുകൂടെ മുന്നോട്ട് പോകേ, കുറച്ച് മുന്നോട്ട് പോയാലേ ബാക്കിയുള്ള കാര്യങ്ങൾ ും
കേളമേ മോർവാലും ഫല്ലൊൽമേ ദർശക മറിയാന ബിസാരി മേ സാലേലിയ പ്രാർത്ഥനീകരിക്കപ്പെട്ടതുപോലെ മഹാഭാവികളാൽ നിങ്ങളുടെ അപേക്ഷകളെ കേൾക്കണമേ. ദൈവമായേ ഇപ്പോൾ ഈ സ്ഥാപനത്തിലെ നിവാസികൾ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അതിനാദ്യകരണാകുകയും ഞങ്ങളെല്ലാവരിൽ നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യണമേ. പാവികളിൽ കരുണ ചെയ്യുന്നവരുടെ ബന്ധപ്പെടുന്ന കർത്താവിന് മഹാകരുണയാൽ ഞങ്ങളെ കരുതോന്നണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചവർക്ക് പാവപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കൂടെ കടന്നു പോകുമ്പോൾ ദുഃഖക്കാരുടെ പ്രമാണിയുമായി സഖായി എന്ന പേരുള്ള ഒരു വന്നേശ്വരൻ പറഞ്ഞു. സഖായി വേഗം പറഞ്ഞിട്ടെന്ന് സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും അതുകൊണ്ട് നിരസപ്പെട്ടവൻ ഭാര്യയായ മനുഷ്യന്റെ ഭവനത്തിൽ പാർക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശുദമ്പരാനാകപ്പെടുന്ന ഈ ഭവനം എന്നും എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടു വെടിപ്പുള്ളതായി തീരും. que beito hono cada mes serje arshmo dasle bo fayo ma bel gharimo amin amin kadisho aidoram malbi amin karbo garja bhajan ninjo അവിടുത്തെ സിംഹാസനത്തിന്റെ മുമ്പിൽ ബലഹീനമുള്ളവയും വളരെ കുറവുള്ളവയുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുകയും അംഗീകാരയോഗ്യവുമാക്കി തീർക്കണമേ. പിതാവായ ദൈവത്തിന്റെ മനസ്സുകൊണ്ട് ഈ പള്ളിമേടയുടെ ഭരണം ഉദ്ഘാടനം ചെയ്യുക, സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ശ്രേഷ്ഠ ഭാവ ഈ ഇടവകയുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായ പള്ളിയിലെ പ്രധാന പെരുന്നാളായ എട്ടുനോമ്പ് പെരുന്നാൾ ഈ നാടിന്റെ ഉത്സവമായി ആഘോഷമായി നടത്തിപ്പോന്നു. സഭയിലെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയും അഭിവന്യ തിരുമേനിമാരും നേതൃത്വം നൽകി. മെയ് മാസത്തിൽ പരിശുദ്ധ ഗീവർഗീസ് സഹദായിട്ടുള്ള പെരുന്നാളും ഓഗസ്റ്റ് മാസത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ആചരിച്ചു പോരുന്നു.
ആധ്യാത്മിക സംഘടനകളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടവക ഒന്നാകെ വളർച്ചയുടെ പാതകൾ താണ്ടി മുന്നേറുന്ന കാലയളവിൽ സഭയിൽ കക്ഷിവഴക്കിന്റെ കരിനിഴൽ വീണു.